വാർത്താരംഭത്തിലേക്ക് വിശദമായി. വയനാട്ടിലെ ചെമ്പ്രമലയിൽ പലയിടത്തും വൻതോതിൽ വിള്ളൽ രൂപപ്പെട്ടു. സ്വകാര്യ തേയില എസ്റ്റേറ്റിലാണ് വിള്ളൽ ഉണ്ടായിട്ടുള്ളത്. മലയടിവാരത്തെ 200-ലധികം കുടുംബങ്ങളാണ് ഉരുൾപൊട്ടൽ ഭീഷണി ഇതോടെ നേരിടുന്നത്. ചെമ്പ്രമലയിലെ സ്വകാര്യ ടീ എസ്റ്റേറ്റിലാണ് പലയിടത്തും വലിയ തോതിൽ വിള്ളലുണ്ടായിരിക്കുന്നത്. 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിഞ്ഞ പ്രദേശം വിണ്ടുകീറി വെള്ളമൊഴുകുന്നുണ്ട്. പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായ അതേ ദിവസങ്ങളിലാണ് ചെമ്പ്രമലയിലും വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടായത്. മലയടിവാരത്ത് 216 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. കടുത്ത ഭീഷണി നേരിടുന്ന കുറച്ചു കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. മഴ ശക്തമായാൽ ഉരുൾപൊട്ടലുണ്ടായേക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഞങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലം വരുന്ന സമയത്ത് ഞങ്ങളൊരു വളരെയധികം ഭീതിയിലാണ് ഇവിടെ താമസിക്കുന്ന ഏകദേശം ഒരു 216-217 കുടുംബങ്ങൾ താമസിക്കുന്നത്. മഴക്കാലം വന്നിട്ട് അങ്ങോട്ട് എന്നുള്ളൊരു ഭീതി ഞങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ മിനിഞ്ഞാന്ന് ഇവിടെ താമസിക്കുന്ന 216 കുടുംബങ്ങൾ ക്യാമ്പിൽ നിന്ന് അവിടെ താമസിക്കുന്ന ആളുകളുടെ ഒപ്പുശേഖരണം നടത്തി കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദമായൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവരിവിടെ ജനവാസയോഗ്യമാണോ എന്നുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ 22 പിന്നെ താഴെ 22 ഇവർ മേലെ 22. ഇവരെ അവിടുന്ന് വന്നാൽ ഞങ്ങൾ അവിടേക്കാണ് ആ വെള്ളം എല്ലാം വരിക. പിന്നെ ഞങ്ങളാ ഭാഗം കുറച്ച് ഇടിഞ്ഞു പോലെ നിൽക്കുന്നുണ്ട്. ആ കുണ്ട് ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റൂല. ഞങ്ങൾ എന്നിട്ട് ഇപ്പോൾ ക്യാമ്പിലല്ല, എൻ്റെ മോളെ വീട്ടിൽ ഞങ്ങൾ പോയി താമസിച്ചത്. ഇന്നലെയാണ് ഇങ്ങോട്ട് പണിക്ക് വരാൻ പറഞ്ഞിട്ട് പണിക്ക് വന്നതാണ്. ഞങ്ങൾ എങ്ങനെ അവിടെ താമസിക്കുക? ഇവരും അതേപോലെ തന്നെ ഇവരെ മോൻ്റെ ഒരു ഭാഗം അങ്ങനെ ഇടിഞ്ഞു പോയിക്കണേ. സമുദ്രനിരപ്പിൽ നിന്ന് 2100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പ്രമലയിൽ 1962 വൻ ഉരുൾപൊട്ടലിൽ 4 എസ്റ്റേറ്റ് ലയങ്ങളാണ് മണ്ണിനടിയിലായി പോയത്. നിരവധി പേരുടെ മൃതദേഹങ്ങൾ പോലും കിട്ടിയിരുന്നില്ല. 6 പതിറ്റാണ്ടുകൾക്കിപ്പുറം മലയടിവാരത്ത് ജനസാന്ദ്രത വർദ്ധിച്ചിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ വരുന്ന പ്രദേശമാണ് ഇതും. സോയിൽ ക്രീപ്പിംഗ് പ്രതിഭാസത്തെ തുടർന്ന് മണ്ണിടിഞ്ഞു താഴുന്ന കുന്നമംഗലം വയൽ ചെമ്പ്രമലയടിവാരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടു മുകളിലുള്ള പ്രദേശത്താണ് വലിയ തോതിൽ വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ആരെയും ഭീതിപ്പെടുത്താൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. പ്രകൃതിയുടെ ചില മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിക്കരുത്. 1962 ചെമ്പ്ര ദുരന്തം മറക്കരുത്. കാരണം അന്ന് നിരവധി ജീവനുകൾ പൊലിഞ്ഞതാണ്. നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾ ഒരു കാരണവശാലും ഇതിനു നേരെ കണ്ണടക്കരുത്. വയനാട്ടിലെ ചെമ്പ്രമലയിൽ നിന്ന് ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട് നമ്മോടൊപ്പം ഇപ്പോൾ വയനാട്ടിൽ നിന്ന്. വിനേഷ്, ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ, പ്രത്യേകിച്ച് മേപ്പാടി പഞ്ചായത്തിൽ തന്നെയാണല്ലോ ഈ ചെമ്പ്രമലയും. ഇതിൻ്റെ ഒരു വിദഗ്ധരായിട്ടുള്ളവർ എന്താണ് പറയുന്നത്? ഇങ്ങനെ വിള്ളലുണ്ടാകുന്നത് അത് എപ്പോഴാണ്, ഏത് സാഹചര്യമാണ്? അതൊരു മുന്നറിയിപ്പായി കണക്കാക്കണോ നമ്മൾ? എൽദോ, ഇത് ഇന്നും ഇന്നലെയോ ഉണ്ടായതല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്കറിയാം ഈ ചെമ്പ്രമലയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ഉരുൾപൊട്ടലുണ്ടായതാണ് 1962. അന്ന് 4 ലയങ്ങൾ ഒലിച്ചുപോയി. അതിനകത്ത് കുറേ മനുഷ്യജീവനുകളും ഉണ്ടായിരുന്നു. പല ആളുകളെയും ഇതുവരെയും കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മറ്റൊന്ന്, സെൻറ്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസ് ഇവിടെ കൃത്യമായി തന്നെ പഠനം നടത്തിയിരുന്നു. ഇതിൻ്റെ അടിവാരത്തുള്ള കുന്നമംഗലം വയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സോയിൽ ക്രീപ്പിംഗ് എന്ന പ്രതിഭാസമുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണ് നീങ്ങി പോവുകയാണ്. അതായത് ഭൂമി കുഴിഞ്ഞു പോകുന്നു. പെട്ടെന്ന് കിണറൊക്കെ താഴ്ന്നു പോകുന്ന പ്രതിഭാസം നമുക്കറിയാം. അങ്ങനെ സ്ഥിരമായ അത്തരത്തിൽ വീടുകളും മറ്റുള്ള കെട്ടിടങ്ങൾ താഴോട്ട് പോകുന്നു. പിന്നെ വീടിൻ്റെ മുറ്റം ഇടിഞ്ഞ് താഴോട്ട്
പോകുന്നു. ഇങ്ങനെയൊരു പ്രതിഭാസം അവിടെ ഉണ്ടായ സമയത്ത് ഇവിടെ താമസയോഗ്യമല്ല, ഇവിടുന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകേണ്ടതുണ്ട്, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എന്നുള്ളതായിരുന്നു അന്നത്തെ സെൻറ്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ അതിന്മേൽ പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നമ്മൾ ഈ സ്ഥലം പോയപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന വിള്ളലിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയ തോതിൽ തന്നെ വിള്ളൽ എന്നുപോലും പറയാൻ കഴിയില്ല, വലിയൊരു ചാല് രൂപപ്പെട്ട പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൂടെ വെള്ളം കുത്തിയൊഴുകി വരുന്നതുമുണ്ട്, പലയിടങ്ങളിലും വിള്ളലുണ്ടായിട്ടുണ്ട്. അതായത് ഈ പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായ അതേ കാലയളവിൽ, അതേ ദിവസങ്ങളും അതിൻ്റെ അടുത്ത ദിവസങ്ങളിലുമാണ് ഈ വിള്ളൽ ഉണ്ടായത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതായത് പുഞ്ചിരിമട്ടത്തും അതുപോലെ തന്നെ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും ഒന്നും ഉണ്ടായിരിക്കുന്ന അത്ര മഴ ഒരു പക്ഷേ ഇവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ വലിയ തോതിൽ തന്നെ ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ടാവുമായിരുന്നു. പലയിടങ്ങളിലും, അതായത് ഒരു സ്വകാര്യ തേയിലത്തോട്ടമാണിത്, ഫാത്തിമ പ്ലാന്റേഷൻ എന്നുള്ള ആ തേയിലത്തോട്ടത്തിനകത്ത് കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളോ ക്വാറികളോ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. മഴ വർദ്ധിക്കുന്നതോടുകൂടി ഈ ചെങ്കുത്തായ മലനിരകൾ ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പലയിടത്തും ആ പ്രദേശവാസികൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിരുന്നു, നിരന്ന റോഡുകളെല്ലാം തന്നെ പലയിടത്തും ഇടിഞ്ഞു താഴ്ന്നു പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണിത്. സ്വാഭാവികമായും ഇതിന് താഴെ താമസിക്കുന്ന 216 കുടുംബങ്ങളുടെ അവസ്ഥ വളരെ ദുഷ്കരമാണ്. കാരണം അവിടെ കഴിയുക എന്നുള്ളത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഏത് സമയവും നമുക്കറിയാം ചൂരൽമലയിലും മുണ്ടക്കൈയൊന്നും ഒരു കാരണവശാലും ഇങ്ങനൊരു ദുരന്തമുണ്ടാവും എന്ന ആളുകൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമായിരുന്നു. കാരണം തുടക്കത്തിലുള്ള പഠനങ്ങളിലൊന്നും തന്നെ മുണ്ടക്കൈയെ ബാധിക്കുമെന്നുണ്ടായതില്ല. പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടിയാൽ പോലും ചൂരൽമലയും മറ്റു പല സ്ഥലങ്ങളെയും ബാധിക്കും, അട്ടമലയെ പോലും ബാധിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മുണ്ടക്കൈയൊന്നും നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലമേ അല്ല ഇത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏത് സമയവും ചൂരൽമല പോലുള്ള ഒരു ചെറിയ പട്ടണമോ മുണ്ടക്കൈ പോലുള്ള ഒരു ചെറിയ പട്ടണമോ അല്ല യഥാർത്ഥത്തിൽ. മേപ്പാടി പോലുള്ള അത്യാവശ്യം വലിയ ഒരു പട്ടണത്തെ കാര്യമായി തന്നെ ഇവിടെ മണ്ണിടിഞ്ഞാൽ ബാധിക്കും, കോട്ടനാടിനെ ബാധിക്കും. ഒപ്പം തന്നെ വൈത്തിരി താലൂക്കിലെ പല പ്രദേശങ്ങളും ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ബാധിക്കുന്ന പ്രദേശങ്ങളായിരിക്കും. ആയിരക്കണക്കിന് ആളുകളെ തന്നെ ഇത് കാര്യമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന ഈ വിണ്ടുകീറിയ പ്രതിഭാസവും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഈ ചെമ്പ്രമലുണ്ടായ സ്ഥലത്ത് റവന്യൂ സംഘം മാത്രമാണ് ഇവിടെ പരിശോധന നടത്തി, ജിയോളജി കൃത്യമായി പരിശോധന നടത്തുകയോ അല്ലെങ്കിൽ ഇവിടെ ഈ ആളുകൾ എത്രയും പെട്ടെന്ന് മാറ്റി താമസിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള ശുപാർശകളോ ചെയ്തിട്ടില്ല. പക്ഷേ അന്ന് ഈ പുഞ്ചിരിമട്ടത്ത് ദുരന്തമുണ്ടായ സമയത്ത് ഇവിടെയും കനത്ത മഴയുണ്ടായപ്പോൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ആളുകളെ, കുറച്ച് കുടുംബങ്ങളെ ഇവിടെ നിന്ന്, കടുത്ത ഭീഷണി നേരിടുന്ന കുറച്ച് കുടുംബങ്ങളെ മാത്രമാണ് ഇവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ബാക്കിയുള്ള പല കുടുംബങ്ങളും പോകാൻ തയ്യാറായിരുന്നില്ല. എസ്റ്റേറ്റ് ലയങ്ങളാണ് ഇവിടെ, പൂർണ്ണമായും എസ്റ്റേറ്റുകളാണ്, തേയിലത്തോട്ടങ്ങളാണ്. ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. വനസംരക്ഷണം, അതായത് വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള വനസംരക്ഷണ സമിതി ആണ് ഇവിടേക്ക് ആളുകളെ, അതായത് ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചെമ്പ്രമലയുടെ മുകൾ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ ഒരു ഹൃദയ തടാകം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് കാണുന്നതിന് വേണ്ടിയൊക്കെ നിരവധി ആളുകൾ പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഈ റോഡിൻ്റെ പല ഭാഗങ്ങളും തകർന്നിട്ടുണ്ട്, മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിള്ളൽ, കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പൊക്കെ ഉണ്ടായിരിക്കുന്ന വിള്ളലിന് മുകളിൽ ചെറിയ ചെടികളെല്ലാം മുളച്ച് ഈ വിള്ളലൊന്നും പലയിടത്തും കാണാൻ കഴിയുന്നില്ല. പക്ഷേ ചാല് പോലെ വലിയ തോതിൽ വിള്ളലുണ്ടായിട്ട് ഒരു ഭൂമി ഇങ്ങനെ പിളർന്ന് പോയിരിക്കുന്ന ആ ദൃശ്യമാണ് നമ്മൾ കാണിക്കുന്നത്. അതിലാണ് ഈ വെള്ളം, അതിലൂടെ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടുവരിക. അതിൽ ചെറിയ തോതിൽ കല്ലുകളും വെള്ളവും ചെളിയും എല്ലാം തന്നെ ആ സമയത്ത് വലിയ തോതിൽ, നമുക്കറിയാം ഉരുൾപൊട്ടൽ എന്ന് പറയാൻ കഴിയില്ല, ഇതൊരു വിണ്ടുകീറൽ മാത്രമാണ്. പക്ഷേ ഇത് വലിയൊരു സൂചനയാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് പ്രകൃതിയുടെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ചൂരൽമലയിലും മറ്റു സ്ഥലങ്ങളിലും ഈ പുത്തുമല ഭാഗത്തും എല്ലാം തന്നെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആദ്യം ഇത്തരത്തിൽ വിണ്ടുകീറലും പിന്നീട് കലങ്ങിയ വെള്ളം വരികയും ചെയ്തതിന് പിന്നാലെയാണ് വലിയ തോതിലുള്ള ഉരുൾപൊട്ടലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ചെമ്പ്രമലയിലെ ആളുകളെ മാറ്റി താമസിപ്പിക്കുക, അല്ലെങ്കിൽ ശാശ്വതമായി തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. താൽക്കാലികമായി ക്യാമ്പുകളിലേക്ക് മാറ്റിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഇവിടെ വാസയോഗ്യമല്ല എന്നുള്ളത് നേരത്തെ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് കുന്നമംഗലം വയൽ ഉൾപ്പെടെ. കുന്നമംഗലം വയലിൻ്റെ തൊട്ട് മുകളിലുള്ള പ്രദേശത്താണ് വലിയ തോതിൽ വിള്ളലുണ്ടായിട്ടുള്ളത്. വലിയ ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ആ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് അതിനെ അതിജീവിച്ച് നമ്മൾ വരുന്നതേയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ വിശദമായിട്ടാണ് വിനേഷ് അക്കാര്യം സൂചിപ്പിച്ചതും. വിനേഷ് തുടരുക, കാരണം വയനാട്ടിലെ മറ്റു വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 3 ആഴ്ച പിന്നിടുകയാണ്. കാണാതായവർക്കായുള്ള തെരച്ചിലും തുടരുകയാണ്. 119 പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് സർക്കാരിന്റെ കണക്ക്. 300-ലധികം കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലുമാണ്. വിനേഷ് തുടരുന്നുണ്ട്. വിനേഷ്, ഈ അതിജീവനത്തിന്റെ വഴിയിലാണല്ലോ വയനാട്. അതിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ, വെല്ലുവിളികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു സാഹചര്യം? ഈ ജനങ്ങൾ, ആ ക്യാമ്പുകളിലൊക്കെ ഉള്ളവരൊക്കെ എന്താണ് പറയുന്നത്? അവരുടെ പ്രതീക്ഷ എന്താണ്? എപ്പോഴത്തേക്ക് സാധാരണ നിലയിലേക്ക്
മുണ്ടക്കൈനെയും ചൂരൽമലയും ഒക്കെ നമുക്ക് എത്തിക്കാൻ കഴിയും? എന്തോ മുണ്ടക്കൈയും ചൂരൽമലയൊക്കെ ഇനി സാധാരണ നിലയിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം അവിടെ ജനവാസയോഗ്യമല്ല എന്നുള്ള കാര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വലിയ തോതിൽ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടൽ. ഇനിയും അവിടെ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ആ നാട് തന്നെ ഇല്ലാതാവും. ഏറെക്കുറെ ആ നാട് തന്നെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. മുണ്ടക്കൈയൊക്കെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കൂടെ തന്നെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ചൂരൽമലയിലും കുറച്ച് കടകളും മറ്റുമുണ്ട്, അതുപോലെ കുറച്ച് വീടുകളുണ്ട്. പലതും പാതി തകർന്ന നിലയിലാണ്. ചില സ്ഥലങ്ങൾ ചില ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് ഒലിച്ചു പോയത് നമ്മൾ കണ്ടതാണ്. കല്ലും മണ്ണും മരങ്ങളും എല്ലാം തന്നെ കുത്തിയൊലിച്ച് വന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ആളുകളെ ഇനി അവിടെ തന്നെ താമസിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സർക്കാരിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ആ പ്രദേശത്ത് തന്നെ ഉരുൾപൊട്ടൽ സാധ്യത അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം ബാധിക്കാത്ത അല്ലെങ്കിൽ ദുരന്ത സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് തന്നെ ഈ ചൂരൽമല ഭാഗത്ത്, അതായത് ആ വില്ലേജിൽ തന്നെ വരുന്ന വെള്ളാർമല വില്ലേജിൽ തന്നെ വരുന്ന ഭാഗങ്ങളിലേക്ക് തങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം എന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ പരിശോധനയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ജില്ലാ ഭരണകൂടം. അതല്ലെങ്കിൽ അവരെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളൊരു ഇതിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഇനി അവരെ നിലനിർത്തുമോ അല്ലെങ്കിൽ ആളുകളെ അവിടെ തന്നെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് സർക്കാരിനെയും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലും വലിയ വെല്ലുവിളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ പല കുടുംബങ്ങളും വാടക വീട് അന്വേഷിച്ചും വാടക വീടുകളിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം പെട്ടെന്നൊന്നും നമുക്ക് ഈ പുനരധിവാസ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ വാടക വീടിന് 6000 രൂപ മാസവാടകയായി നൽകാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും മേപ്പാടി പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലേക്കും ഈ ആളുകൾ വാടക വീടുകളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 3 പഞ്ചായത്തുകളിലേക്കാണ് പ്രധാനമായും ആളുകൾ മാറുന്നത്. അതായത് മേപ്പാടി പഞ്ചായത്ത്, അത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മൂപ്പൈനാട് പഞ്ചായത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ അമ്പലവയൽ പഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തിൽ വരുന്ന പ്രദേശങ്ങളിലേക്കാണ് വാടക വീടുകൾ അന്വേഷിച്ച ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ ഫർണിച്ചറുകൾ, യൂസ്ഡ് ഫർണിച്ചറുകളെല്ലാം തന്നെ ഉണ്ട്. അതെല്ലാം വാങ്ങിച്ചു, അല്ലെങ്കിൽ പുതിയ ഫർണിച്ചറുകളും മറ്റും അതുപോലെ തന്നെ കിടക്കയും കട്ടിലും എല്ലാം തന്നെ ആളുകൾ, ഈ സന്നദ്ധ സംഘടനകളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ അതിന് സംഭാവന ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആളുകൾ പിടിച്ചു നിൽക്കുന്നത്. എന്തായാലും ധരിച്ച വസ്ത്രം മാത്രമാണ് അവർക്ക് സ്വന്തമായുള്ളത്. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. സ്വാഭാവികമായും അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണയും സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. ആ സഹായങ്ങൾ കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അധികം ദിവസം ഉണ്ടാവില്ല. കാരണം സ്കൂളുകളൊക്കെ തുറക്കേണ്ടിയിരിക്കുന്നു. മേപ്പാടി സെൻറ്റ് ജോസഫ് സ്കൂൾ, അതുപോലെ തന്നെ മേപ്പാടി ഗവൺമെൻറ് സ്കൂളുണ്ട്, ഒപ്പം തന്നെ റിപ്പൺ സ്കൂളുണ്ട്, കൽപ്പറ്റ SKMJ സ്കൂളുണ്ട്. ഇതെല്ലാം ക്യാമ്പുകളായി പ്രവർത്തിക്കുകയാണ്. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ആളുകളെ മാറ്റേണ്ടതുണ്ട്. സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാടക വീടുകളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതിവേഗം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ പുനരധിവാസം എപ്പോൾ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അല്ല വിനേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എപ്പോഴാണ് ഈ പുനരധിവാസം എന്നതിനപ്പുറം ഇപ്പോൾ പുത്തുമലയിലൊക്കെ നമ്മൾ കണ്ടു വലിയ തോതിൽ ദുരന്തം ഉണ്ടായ സമയത്ത് തെരച്ചിലും ഒരുപാട് ധനസഹായമൊക്കെ ഉണ്ടായി. പക്ഷെ അതിനപ്പുറത്തേക്ക് പലരും ഇപ്പോൾ പരാതി പറയുന്നത് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ പുനരധിവാസം പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഏകോപനവും അതിലുള്ള നിർവഹണവും ഒക്കെ പൂർത്തിയായി ഏറ്റവും പൂർണ്ണമായിട്ടുള്ള നിലയിൽ നടക്കുന്നുണ്ടോ അവിടെ? എന്തോ ഏകോപനത്തിലൊന്നും പ്രശ്നങ്ങളില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി തന്നെ ഇവിടെയുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവർ സജീവമായി ഈ പ്രശ്നം ഇടപെടുന്നുണ്ട്. പക്ഷേ പുനരധിവാസത്തിൻ്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. 1250 കോടിയുടെ നഷ്ടമാണ് സർക്കാരിൻ്റെ ഒരു പ്രാഥമിക കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിലും എത്രയോ കൂടുതൽ നാശനഷ്ടമുണ്ടാകും. കാരണം അന്തിമ പട്ടിക എന്തായാലും ആയിട്ടില്ല. ഇപ്പോഴും ഈ വന്നിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുന്നൊരു നടപടി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇരട്ടിയോളം എന്തായാലും നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നുണ്ട്. എന്തായാലും പുനരധിവാസത്തിന് ഈ ഒരു റീകൺസ്ട്രക്ഷന് വേണ്ടി മാത്രം ഏകദേശം ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടി മാത്രം ഏകദേശം 2500 കോടിയോളം രൂപ ആവശ്യമുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇതിൽ കേന്ദ്രത്തിൻ്റെ സഹായം എത്രത്തോളം ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയുണ്ട്. കാരണം ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. കാരണം ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച് കൃത്യമായി തന്നെ ദുരന്തഭൂമിയിൽ ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും ജനങ്ങൾ നേരിടുന്ന പ്രശ്നം, ഒപ്പം തന്നെ വയനാട് മൊത്തത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം ഉൾപ്പെടെ അദ്ദേഹം കൃത്യമായി തന്നെ പഠിക്കുകയും അതിനുശേഷം ഇവിടുന്ന് യാത്ര തിരിച്ചതാണ്. സ്വാഭാവികമായും അദ്ദേഹം സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു റിപ്പോർട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ കൃത്യമായൊരു വിവരവും വെച്ചുകൊണ്ട് എത്രത്തോളം ഫണ്ടുകൾ അനുവദിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കേന്ദ്രത്തിൻ്റെ സഹായം അനുസരിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോകാൻ കഴിയുക. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്ന 150-200 കോടി രൂപ കൊണ്ട് ഒരു പുനർനിർമ്മാണം എന്തായാലും ചൂരൽമലയിലും മുണ്ടക്കയിലും നടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
കേന്ദ്രത്തിൻ്റെ അകമഴിഞ്ഞ സഹായം വേണം, ഒപ്പം തന്നെ സുമനസ്കരായ ആളുകളുടെ സഹായങ്ങൾ വേണം. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ കുറേ പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് എന്തായാലും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ജില്ലാ കലക്ടറും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളും MLA മന്ത്രിമാരും എല്ലാം തന്നെ സ്ഥലത്തെത്തി കൃത്യമായി തന്നെ ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ തെരച്ചിലും അതുപോലെ തന്നെ തെരച്ചിലിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഭാഗികമായുള്ള തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. 119 പേരെ ഇനി കാണാനുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. ഒരു പക്ഷേ അനൗദ്യോഗിക കണക്ക് അതിലും എത്രയോ കൂടുതലായിരിക്കും. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഉൾപ്പെടെയൊന്നും കണക്കുകളൊന്നും കൃത്യമായൊരു കണക്കുകളും എവിടെയും സൂക്ഷിക്കാറില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഭാഗികമായുള്ള തെരച്ചിൽ മാത്രമേ ഉള്ളൂ. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നത് ഉൾപ്പെടെ നടപടി നടക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ അടുത്ത 3-4 ദിവസങ്ങളിലെല്ലാം തന്നെ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും എല്ലാം കിട്ടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിലമ്പൂർ വനത്തിനോടും അതുപോലെ തന്നെ ചാലിയാറിനോടും ചേർന്ന പ്രദേശങ്ങളിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. റൈറ്റ്, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.